നമസ്കാരം. പതിരും കതിരും. ഒരു കുസൃതിക്കുട്ടി പണ്ട് കയ്യിലിരുന്ന കിലുക്കനിട്ട് കിടുക്കിക്കൊണ്ടേയിരുന്നു. സഹികെട്ട പിതാവ് കിലുക്കനെടുത്ത് തട്ടുംപുറത്ത് വെച്ചു. കരഞ്ഞ് കരഞ്ഞ് കുട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. പാവം കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് പിറ്റേന്ന് പിതാവ് കിലുക്കനെടുത്ത് കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു. അത് പിന്നെയും കരച്ചിലോടെ കരച്ചിൽ. എനിക്ക് ഇന്നലെ കിടുക്കണം എന്നായി വാശി. ഇതാണ് നമ്മുടെ മന്ത്രി കത്രീനയുടെ ഒരവസ്ഥ. കയ്യിലൊരു കത്രികയും ഇട്ട് കിലുക്കിക്കൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു ഇന്നലെ 3 മണി വരെ. എവിടെ റിബൺ വലിച്ചു കെട്ടിയാലും അവിടെ എല്ലാം കയറി കണ്ടിക്കുന്നതായിരുന്നു വിനോദം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എത്രയെത്ര നാട മുറിച്ചു. KSUക്കാർ കഴുത്തു പിടിച്ച് തിരിച്ച ശേഷം ഒരാഴ്ച വിശ്രമത്തിലായിരുന്നപ്പോഴും നാട മുറിക്കാൻ വെമ്പുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഭയങ്കര വിഷമത്തിലാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ഇന്നലെ 5 മണി വരെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ്. ഇന്നലെ ശരിക്കും വീണ ജോർജ് ദണ്ണിച്ച ദിവസമായിരുന്നു. ഓട്ടത്തോടോട്ടം. കോഴഞ്ചേരി പാലം കൂടി ഉദ്ഘാടിക്കുക എന്നതായിരുന്നു അവസാന ലക്ഷ്യം. രാവിലെ തന്നെ നാട വലിച്ചു കെട്ടാനുള്ള ഏർപ്പാടാക്കി. 5 മണിക്ക് നാട മുറിക്കാനുള്ള കത്രികയുമായി വീണ കാത്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതിച്ചാശാനെ. 4 മണിക്ക് ഇലക്ഷൻ പ്രഖ്യാപനം വരുമെന്ന് ആരറിഞ്ഞു? അതോടെ ഉദ്ഘാടനം 3 മണിക്കാക്കി. അപ്പോൾ വീണ്ടും പ്രശ്നം. പാലത്തിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. മധ്യഭാഗത്തെ സ്പാനും ആർച്ചും കമ്പി കെട്ടിയ നിലയിലാണ്. പാലത്തിൽ കൂടി നടക്കാൻ പോലും കഴിയില്ല. നാശം പിടിക്കാനായിട്ട് ഇവന്മാരെന്തുണ്ടാക്കുകയായിരുന്നു. ഇനി എന്തു ചെയ്യും ഞാൻ? ഐഡിയ. പാലമില്ലെങ്കിൽ പാലത്തിൻ്റെ സമീപന പാത ഉദ്ഘാടനം ചെയ്യാം. വീണ കത്രികയുമായി അങ്ങോട്ടോടി. കഴുത്തുവേദന മറന്നു. പാർട്ടി ആളെ കൂട്ടി. പുതിയ പാലത്തിലൂടെ നടക്കാൻ പോലും കഴിയില്ല. അതിനാൽ പഴയ പാലത്തിലൂടെ ഒരു റോഡ് ഷോ അങ്ങ് നടത്തി. വീണ പാലത്തിൽ നിന്നും കൈവീശിയപ്പോൾ പമ്പയ്ക്ക് രോമാഞ്ചമുണ്ടായി. ഈ സമയം പള്ളിയോടങ്ങളുടെ ഒരു ഷോ കൂടി വേണമായിരുന്നു. റോഡ് ഷോ കഴിഞ്ഞ് നാട മുറിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നോക്കണേ, 1 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല വീണയ്ക്ക്. പാലം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. രാത്രിയിലെങ്ങാനും പോയി ആരും അറിയാതെ നാട മുറിച്ചോ എന്ന് ആർക്കറിയാം. അറം പറ്റാൻ കൊണ്ട് പിണറായി വിജയൻ ഒരു വാക്കങ്ങ് പ്രയോഗിക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ചിറങ്ങുമല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിറങ്ങുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ഒരു പാലത്തിൻ്റെ സ്പാനും ആർച്ചും നിർമ്മാണത്തിലിരിക്കെ ഉദ്ഘാടനത്തിനായി കഴുത്ത് നീട്ടിയിറങ്ങിയ ആ മന്ത്രിയുടെ അവസ്ഥയൊന്ന് നോക്കണേ. ജനങ്ങളെല്ലാം കിഴങ്ങന്മാരാണല്ലോ. മേലോട്ട് നോക്കി നിൽക്കുന്ന അബാൻ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെങ്കിൽ അതും പറ്റിച്ചേനെ. വീണയുണ്ടാക്കിയ പാലത്തിലോ റോഡിലോ നിന്ന് യൂത്തന്മാരോ KSUക്കാരോ താളം ചവിട്ടി കരിങ്കൊടി കാണിച്ചാൽ വീണ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഓർമ്മ വേണം. കോഴഞ്ചേരി പാലം പൂർത്തിയാകുന്ന മുറയ്ക്ക് പണ്ട് പെരുന്തച്ചൻ ഉണ്ടാക്കി വെച്ച പോലെ യാത്രക്കാരെ തുപ്പുന്ന ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാനായിരുന്നു പ്ലാൻ. കോൺഗ്രസ്സുകാർ ആരെങ്കിലും പാലത്തിൽ കയറുമ്പോൾ വായ നിറച്ച് വെള്ളവുമായി പ്രതിമ പൊങ്ങി വരും. അടുത്തെത്തുമ്പോൾ ഷൂ എന്ന ഒറ്റ തുപ്പ്. ഏതായാലും വീണയ്ക്ക് ശക്തനായ ഒരു എതിരാളിയാണ് വന്നിരിക്കുന്നത്. ശിവദാസൻ നായരെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആറന്മുളക്കാർ വീണയെ വിജയിപ്പിച്ചു വിട്ടത്. സഭയ്ക്ക് ചേരുന്ന പുള്ളിയാണ് അബിൻ വർക്കിയും. അതുകൊണ്ടാണ് ഇത്ര ഭയം ഉദ്ഘാടനം ചെയ്തു കൂട്ടാൻ. ഇലക്ഷൻ വരെ കഴുത്തൊടിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കാനായിരുന്നു പരിപാടി. എന്നാൽ കോടതി അതിനും സമ്മതിച്ചില്ല. വീണയ്ക്ക് വേണ്ടി 13 ഡോക്ടർമാരായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിക്കൊണ്ടിരുന്നത്. 13ാമത്തെ ഡോക്ടർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമ്പോഴേക്കും വീണ ICUവിൽ നിന്ന് ഒളിച്ചോടി കഴിഞ്ഞിരുന്നു. ആ ഡോക്ടർമാരുടെയൊക്കെ എത്തിക്സാണ് എത്തിക്സ്. വീണയുടെ കഴുത്തിലെ മാരകമായ മുറിവ് കണ്ടെത്തിയ സർജൻ ഷംസീറിനെ സമ്മതിക്കണം. ഇനി വരുന്ന സഭയിൽ അംഗങ്ങളുടെ വേദനയും രോഗവും കഴുത്തുളുക്കുമൊക്കെ ആര് കണ്ടെത്തി ചികിത്സിക്കും? ഒന്നാലോചിക്കുക. 8 വർഷം മുമ്പ് കല്ലിട്ട പാലമാണ് കോഴഞ്ചേരിയിലേത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം ഉദ്ഘാടനത്തിനായി കത്രികയും കൊണ്ട് ഓടേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് നാട വലിച്ചു കെട്ടിയത് ഒരു തൂണിലും പിന്നൊരു സ്കൂട്ടറിലുമായിട്ടാണ്. എൻ്റെ ഭാര്യയെ ഇത്തവണയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരൂ എന്ന ഭർത്താവിൻ്റെ യാചനയാണ് വീണയെ കാണുമ്പോൾ ആറന്മുളക്കാരുടെ മനസ്സിലിപ്പോൾ. നല്ലവരായ നാട്ടുകാർ 2 മക്കളുള്ള ആ അമ്മയുടെ ദുരിതം കണ്ട് വീണയെ വീട്ടിലിരുത്താൻ തീരുമാനിച്ചാൽ അബിൻ വർക്കി പാലത്തിൻ്റെ ഉദ്ഘാടനം ഗംഭീരമായി നിർവഹിക്കും. ഇവർ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളുടെ പണി അടുത്ത സർക്കാരിൻ്റെ കാലത്ത് അല്പമൊന്ന് വൈകിക്കോട്ടെ. ഉടൻ കൊടിയുമായി ഇറങ്ങും പണി വേഗം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ എന്ന ചോദ്യത്തിന് അന്നൊരു പ്രസക്തിയുമില്ല. എന്തായാലും വീണയുടെ വിരലുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കത്രിക ഫിറ്റ് ചെയ്ത പോലെയായിരുന്നു. ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുത്തതാണെന്ന് ആർക്കറിയാം. ആശുപത്രിയിലെ കത്രിക വല്ലതും കാണാനുണ്ടെങ്കിൽ
രോഗിയുടെ വയറ്റിലല്ല വീണയുടെ വിരലിൽ തപ്പേണ്ട ഗതികേടിലായിരുന്നു ഡോക്ടർമാർ ഇന്നലെ വരെ. എന്തായാലും എല്ലാം സമാധാനത്തോടെ പിരിഞ്ഞു പോയല്ലോ.